അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. തൻ്റെ ഉപ്പയുടെ കാര്യം അത് മാത്രമായിരുന്നു ഷാമിലിന് ടെൻഷൻ. എന്നാൽ ഈ സമയം അറബ് നാട്ടിൽ ഷാമിലിൻ്റെ ഉപ്പാക്ക് സുഖമില്ലാത്ത വിവരവും ഷാമിൽ ഗൾഫിലേക്ക് ഇപ്പോൾ തിരിച്ചു വരുന്നില്ല എന്നുള്ള വിവരവും അത് അറബിയുമ്മ അറിയുന്നു. അതറിഞ്ഞപ്പോൾ അറബിയുമ്മയുടെ മനസ്സിൽ വല്ലാത്ത സങ്കടം. ഷാമിലിനെ വിളിച്ച് വിവരമെല്ലാം അന്വേഷിക്കുകയാണ്. എന്നാൽ അറബിയമ്മയും പറഞ്ഞത് തന്നെ, പൊന്നു മോനെ, മോൻ ഉപ്പയെ നല്ല രീതിയിൽ നോക്കിക്കോ. തൽക്കാലം മോൻ ജോലിക്ക് പോകണ്ട, അതിനുള്ള ക്യാഷെല്ലാം അയച്ചു തരാം എന്നാണ് പറയുന്നത്. പക്ഷേ ഷാമിലൊരിക്കലും വെറുതെ ഒരു ക്യാഷ് ആഗ്രഹിക്കുന്നവനല്ല. അവൻ പറഞ്ഞു, ഇല്ല കുഴപ്പമില്ല, ഞാൻ ഉപ്പയുടെ അരികിലേക്ക് 3-4 നേരം പോയി നോക്കും, അതൊന്നും വിഷയമുള്ള കാര്യമല്ല. മോനെ, മാതാപിതാക്കളെ നോക്കിക്കോ, ഒരിക്കലും അള്ളാഹു പരാജയപ്പെടുത്തില്ല ഈ ലോകത്തും പരലോകത്തും. അതെ മോൻ, നല്ല രീതിയിൽ നോക്കിക്കോ. അറബിയമ്മയെ നല്ല സപ്പോർട്ടാണ് നൽകിയത് ഷാമിലിനെ. എന്നാൽ ഷാമിൽ ജോലിക്ക് പോകുന്നുമുണ്ട്, ഉപ്പയെ നോക്കുന്നുണ്ട്. ഒരിക്കൽ പോലും അവൻ വെറുതെ കിട്ടുന്ന പണമാണെന്ന് കരുതി വീട്ടിലിരിക്കുന്നില്ല. ഉപ്പയെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. 3-4 നേരം ഉപ്പാക്കുള്ളതെല്ലാം ചെയ്തു കൊടുക്കുന്നൊക്കെയുണ്ട്. എന്നാൽ അന്ന് കമ്പനിയിൽ ജോലിക്ക് ചെന്നപ്പോൾ ഷാമിലിനോട് ഒരു യുവാവ് ചോദിക്കുന്നു, അല്ല സഹോദര, നിങ്ങൾ ഇടയ്ക്കിടെ ഈ ഓടുന്നത് എങ്ങോട്ടാണ്? അത് ഫുഡ് കഴിക്കാനാണോ? ഏയ് അല്ല, പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് 4 നേരമൊക്കെ നിങ്ങൾ വർക്കിൻ്റെ ഇടയിൽ ഓടിയിട്ട് പിന്നീട് കുറച്ച് ഓവർ ടൈം ജോലി എടുക്കുന്ന എന്തിനാണ്? അത് സഹോദര, എനിക്ക് എൻ്റെ ഉപ്പയുണ്ട്, എൻ്റെ ഉമ്മയെ എനിക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉമ്മ, അതെ, ഉമ്മ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ ഉമ്മ പോയതിന് ശേഷം ഞങ്ങളുടെ ജീവിതം തന്നെ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഉമ്മയെ നോക്കാൻ ഏതായാലും കഴിഞ്ഞില്ല, ഉപ്പാനെങ്കിലും നോക്കട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ ഉപ്പ സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുകയാണ്. എൻ്റെ ഉപ്പയെ എനിക്ക് നോക്കൽ അത്യാവശ്യമാണ്. ഷാമിലിൻ്റെ ആ ഒരു ചിന്തകൾ അത് ആ കൂട്ടുകാരൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. ആരൊക്കെയുണ്ട് ഷാമിലിന്? എനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി. പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തി, അവളെ കല്യാണം കഴിച്ച് 5 മക്കളുണ്ട്. അവർ അൽഹംദുലില്ലാ റാഹത്തായിട്ട് സുഖമായി ജീവിക്കുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ എളാമയും 2 മക്കളുമാണ് ഉള്ളത്. അതായത് എൻ്റെ ഉപ്പ 2ാമത് കല്യാണം കഴിച്ച ഭാര്യ 2 മക്കളും. അപ്പോൾ എളാമ നോക്കും, എന്നാലും എത്തിക്കഴിയില്ലായിരിക്കും. കാരണം എൻ്റെ ഉപ്പ ഒരാണല്ലേ. അപ്പോൾ പിന്നെ എന്നാലും അവരുടെ ഭാര്യയല്ലേ, ശരിയാണ്. പക്ഷേ ഞാൻ നോക്കിക്കോളാം എൻ്റെ ഉപ്പയെ, എനിക്കതാണ് ഇഷ്ടം. എനിക്ക് എൻ്റെ ഉമ്മനെ നോക്കാൻ കഴിഞ്ഞില്ല, ഉപ്പയെങ്കിലും നോക്കട്ടെ. അല്ല സഹോദരൻ, നിങ്ങളോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താ? കല്യാണം കഴിക്കാന്ന് വെച്ചാൽ കഴിച്ചിട്ടില്ല, അത് തന്നെ. എന്താ, കല്യാണം ശരിയായില്ലേ? ശരിയാകാഞ്ഞിട്ടല്ല, ഞാൻ എന്തായാലും ഇതൊക്കെ പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണിനെ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഞാൻ ആഗ്രഹിച്ച ആ ഒരു പെണ്ണ് അതെനിക്ക് കിട്ടിയില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അവളെ, ഒത്തിരി ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എന്താ, എനിക്ക് കാര്യമായിട്ടൊരു ജോലി എന്ന് പറയാൻ കൂലിപ്പണിയായിരുന്നു. അതെ, ഞാൻ മണ്ണ് കൊത്താനും കിളക്കാനും അങ്ങനെയുള്ളൊരു ജോലികൾ മാത്രമേ ഞാൻ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് വാർപ്പുകാരുടെ ഒപ്പം കൂടി അങ്ങനെ ഇപ്പോഴും കൂലിപ്പണി അതന്നെ. പിന്നെ ഞാൻ ഈ കമ്പനിയിലേക്ക് ചേർന്നത്. പിന്നെ എനിക്ക് തോന്നി, എന്തപ്പോൾ ഒരുപാട് ജോലി ചെയ്തിട്ട്, പലരും പറഞ്ഞ് ഗൾഫിലേക്ക് പോകാൻ, ആർക്ക് വേണ്ടി? നമുക്കൊരു പ്രതീക്ഷയുണ്ട് ഇതിർക്കിടില്ല. എനിക്ക് സഹോദരൻ, നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഉമ്മയെ നോക്കാൻ പറ്റിയില്ല എന്ന്. എനിക്കുണ്ട് ഉമ്മ. എൻ്റെ ഉമ്മയും പ്രായം ചെന്നതാണ്. പക്ഷേ എൻ്റെ ഉമ്മക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ വിവാഹം കഴിപ്പിക്കണമെന്നൊക്കെ. ഞാൻ എന്തായാലും എൻ്റെ ഉമ്മാനെ നോക്കാൻ വേണ്ടി അങ്ങോട്ട് തീരുമാനിച്ചു. ഞാൻ വിചാരിച്ചു, എനിക്ക് ആരുമില്ലല്ലോ. പിന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു പെണ്ണിനെ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കൂലിപ്പണി ആയതുകൊണ്ട് എനിക്ക് കല്യാണം കഴിപ്പിച്ചൊന്നും തന്നില്ല. എന്നാൽ ഞാൻ ചോദിച്ചു, എൻ്റെ ഉമ്മയോടൊക്കെ സമ്മതം ചോദിച്ചു. എനിക്ക് അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അവളെ. ഞാൻ ചോദിച്ചു, എനിക്ക് അവളെ കല്യാണം കഴിപ്പിച്ച് തരും, എനിക്ക് ജോലി, ഞാൻ ഏത് ജോലിയും ചെയ്യും. ഞാൻ ശരിയാണ്, ഒരുപാട് പഠിച്ചിട്ടില്ല, പഠിച്ച ജോലി എനിക്കില്ല. പക്ഷേ കൈത്തൊഴിൽ, അത് ഏത് ജോലിയും ഞാൻ ചെയ്തു, അത് എത്ര ടൈം വേണമെങ്കിലും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു.
പക്ഷേ അവർ എന്നെ പുച്ഛത്തോടെ തള്ളുകയായിരുന്നു. ഞങ്ങളുടെ മോളെ കെട്ടാൻ മാത്രം നീ ആയോ വെറും ഒരു കൂലിപ്പണിക്കാരൻ എന്നൊക്കെ പറഞ്ഞ് എന്നെ ചീത്ത പറഞ്ഞാട്ടി. ഞാനവിടെ വീട് വരെ പോയിരുന്നു. എന്താ ചെയ്യുക? എന്നാൽ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ കുറേ നിന്നു. പക്ഷേ അതിനിടക്ക് ആ ഒരു വാർത്ത ഞാൻ കേൾക്കാനിടയായി. എന്തേ? അതെ, അവൾ മറ്റൊരുത്തിനെ വിവാഹം കഴിച്ചു കൊടുത്തു. അവളുടെ കല്യാണമാണെന്ന്. ആ ദിവസം എനിക്ക് ഉറക്കം വന്നില്ല. അന്ന് മുഴുവൻ എനിക്ക് കണ്ണീരായിരുന്നു. എൻ്റെ ഉമ്മ ചോദിക്കുക, എന്താ മോൻ ഇത്രമാത്രം വിഷമിക്കുന്നത്? പക്ഷേ ഉമ്മയോട് ഞാൻ പറഞ്ഞില്ല. ഉമ്മയെ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്ന് കരുതിയത് കൊണ്ട് തന്നെ ഉമ്മയോട് ഞാൻ പറഞ്ഞില്ല അതൊന്നും. സഹോദര, എന്നിട്ട് അതെ, അന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ നിമിഷമായിരുന്നു. അവൾ എന്നെ വിട്ടവൾ പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നൊരു പെണ്ണ്. അവൾക്കും എന്നോട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ വീട്ടുകാർ സമ്മതിച്ചില്ല. എൻ്റെ ഉമ്മ കുറേ പ്രതീക്ഷിച്ചു. എന്ത് ചെയ്യാൻ, ഞങ്ങൾ പാവങ്ങളായിപ്പോയി എന്നതിൻ്റെ പേരിൽ. അവരത്ര വലിയ ഫാമിലി ആയിട്ടൊന്നും അല്ല. പക്ഷെ എന്ത് ചെയ്യാം, കൂലിപ്പണിക്കാർക്ക് എന്താ പെണ്ണ് കിട്ടൂലേ? അതെ, അങ്ങനെയാണ് വിചാരിച്ചത്. അവളുടെ കല്യാണ ദിവസം എനിക്ക് ആലോചിക്കാൻ കഴിയാത്തതായിരുന്നു. പിന്നീട് ഞാൻ കരുതി, റബ്ബേ, ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ജീവിക്കട്ടെ, അല്ലാതെ ഞാൻ ആഗ്രഹിച്ച പെണ്ണ് എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടി ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്, വേറെ ഒന്നുമല്ല. അല്ല, എന്നിട്ടെന്താ, അവളുടെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നുണ്ടാവും. എന്ത് ചെയ്യാൻ? ഷാമിൽ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ആ ഒരു പെണ്ണിനെ, എൻ്റെ റസിയ. അവൾ എൻ്റെ പെണ്ണായിരുന്നു. പക്ഷേ അവളെ മറ്റാർക്കോ വേണ്ടി വിവാഹം കഴിച്ചു കൊടുത്തു. ഒരു പക്ഷേ അവൾ ആ വീട്ടിൽ ശരിക്ക് സമാധാനത്തോടെ നിൽക്കുന്നുണ്ടാവോ എന്തോ അറിയില്ല. ഒരു നിമിഷം ആ പേര് കേട്ടപ്പോൾ ഷാമിലൊന്ന് ഞെട്ടി. റസിയ എന്ന് വെച്ചാൽ? അതെ, റസിയ. അവളായിരുന്നു എൻ്റെ പെണ്ണ്. ഇപ്പോഴവൾക്ക് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് അവൾ ജീവിക്കുന്നുണ്ടാവും. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ അവളെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞു പോകും. ഉമ്മ കാണാതെ അത് കണ്ണുകൾ തോർത്തും. അങ്ങനെയാണ് ഇന്നും എൻ്റെ ഇടനെഞ്ചിൽ അവളുണ്ട്, എൻ്റെ റസിയ. ശരിക്കും ഷാമിൽ ശരിക്കും ഞെട്ടിപ്പോവുകയാണ്. റബ്ബേ, റസിയ എന്നുള്ള എന്ന പേരുള്ള പെണ്ണിനെയല്ലേ അന്ന് ഞാൻ പെണ്ണ് കാണാൻ വേണ്ടി പോയത്? അതോ എത്ര റസിയമാരുണ്ടോ ആവോ? ഷാമിലിൻ്റെ മനസ്സിൽ പല സംശയങ്ങളും വന്നുകൊണ്ടിരുന്നു. അതെ, അത് എൻ്റെ അളാമ പറഞ്ഞത് അവളെ വിവാഹം കഴിച്ച് ഒഴിവാക്കിയതെന്നാണല്ലോ. അതോ ഒരു പക്ഷേ ഇവളായിരിക്കുമോ ആ ഒരു റസിയ? വേണ്ട, വെറുതെ വഷളാകണ്ട. എന്നാൽ ഷാമിൽ പതിവ് പോലെ ജോലി തുടർന്നു. എന്നാൽ ഷാമിലിൻ്റെ മനസ്സിൽ ആ ഒരു ചിന്തയുണ്ടായിരുന്നു. എന്തായിരിക്കും അത്? അവൻ പറഞ്ഞത് അവളായിരിക്കോ? അറിയില്ല. അത് കല്യാണം കഴിച്ച് പോയതല്ലേ. ഷാമിൽ ഉപ്പയുടെ അരികിലേക്ക് ഓടിയെത്തി. അതാ ഉപ്പാക്കുള്ള ഭക്ഷണം കൊടുക്കുന്നു. മോനെ, ഉപ്പാൻ്റെ കുട്ടി ഇങ്ങനെ ഇടയ്ക്കിടെ ഓടി വരണ്ട. ഉപ്പ മോന് വന്നിട്ടൊക്കെ മതി. അല്ലുപ്പ, എൻ്റെ ഉപ്പ ഇവിടുന്ന് അധികമൊന്നും ദൂരമല്ല എനിക്ക് ജോലി സ്ഥലത്തേക്ക്. അതിനെന്താ, ഉപ്പാക്ക് ഭക്ഷണമെല്ലാം കൊടുത്ത് ഉപ്പയെ നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ മാറ്റി കിടത്തും. അങ്ങനെ ഷാമിൽ വീണ്ടും പോകും. എന്നാൽ എളാമ അതെ, ഒരു തരി പോലും ഭക്ഷണം കൊടുക്കുകയോ വെള്ളം കൊടുക്കുകയോ ചെയ്തില്ല. അവർ അവരുടേതായ ലോകത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവരുടെ മക്കൾക്ക് മാത്രം ഭക്ഷണം കൊടുക്കുക, അങ്ങനെയൊക്കെ. എന്നാൽ സാധനങ്ങൾ കഴിഞ്ഞാൽ ഷാമിലിനോട് പറയും, ഷാമിൽ, വീട്ടിലുള്ള സാധനങ്ങളെല്ലാം കഴിഞ്ഞു, നീ വേഗം കൊണ്ടുവാ. അവൻ്റെ കയ്യിൽ ലിസ്റ്റ് കൊടുക്കും. അവൻ ഒന്നും ആലോചിക്കില്ല. അതെ, സാധനം വീട്ടിലേക്കെത്തും. എന്നാൽ അവർ ഒരിക്കൽ പോലും തൻ്റെ പിതാവിനെ തിരിഞ്ഞു നോക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരിക്കലും ഈ വീട്ടിൽ ഉപ്പയെ നിർത്തുന്നത് ശരിയല്ലെന്നും അവനക്ക് മനസ്സിലായി. പക്ഷേ ഈ വീട്, അതെല്ലാം എൻ്റെ ഉപ്പാക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. പക്ഷേ ഇത്രയും നല്ല വീടും കാര്യങ്ങളും അതെൻ്റെ ഉപ്പാക്ക് കൂടി കരുതി. എൻ്റെ ഉമ്മാക്ക് ഏതായാലും താമസിക്കാൻ കഴിഞ്ഞില്ല, എൻ്റെ ഉപ്പയെങ്കിലും താമസിക്കട്ടെ. പെങ്ങൾ വന്നാൽ ഏതായാലും അവളെയും കയറ്റൂല, മക്കളെയും. അവിടെ ഇവിടെയും കേടുവരുന്നു. ഇനി ഉപ്പാനെയും ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കി കൊണ്ടുപോകുമ്പോൾ അത് ഉപ്പാക്കൊരു വിഷമാവും. ഇത്രയും നല്ല വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അവിടെ നിന്ന് അനുഭവിക്കാൻ ഒരു വകുപ്പില്ലെന്ന് വെച്ചാൽ. ഉപ്പയോട് യാത്ര പറഞ്ഞ് അവൻ വീണ്ടും ജോലി സ്ഥലത്തേക്ക് പോകുന്നു. എന്നാൽ
ഷാമിൽ വിചാരിക്കുന്നു. പഠിച്ചോനെ, ഇനിയിപ്പോൾ ആ റസിയ ഇവൻ പറഞ്ഞ ആ പെണ്ണ് ഞാൻ കാണാൻ പോയ പെണ്ണെങ്ങാനും ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ അവൾ ഡൈവേഴ്സ് ആണല്ലോ. അതെ, അവൾ ആ ഭർത്താവിൽ നിന്ന് തിരികെ പോന്നിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടായിരിക്കും അറിയുന്നില്ല. എന്നാൽ മറ്റൊരു വിവാഹത്തിനാണെങ്കിൽ അവൾ സമ്മതിക്കുന്നുമില്ല എന്നുള്ള രീതിയിലാണ്. പക്ഷെ വീട്ടുകാർ പറഞ്ഞ് അവൾ സമ്മതിപ്പിച്ചതാണെന്ന് എന്നോട് പറഞ്ഞല്ലോ. എനിക്കൊട്ടും താല്പര്യമില്ല, എൻ്റെ അനിയനെ പോലെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത് എന്നൊക്കെ എന്നോട് പറഞ്ഞതാണല്ലോ. പക്ഷെ അവനോട് ചോദിക്കുവാനും എനിക്ക് പ്രയാസം തോന്നുന്നു. കാരണം വേണ്ട, അവൻ മനസ്സിനുള്ളിലെല്ലാം അത് പുറത്ത് കാണിച്ചില്ല. എങ്കിലും തിരിച്ച് ജോലിസ്ഥലത്തേക്ക് എത്തിയപ്പോൾ അവൻ ഓരോ വിശേഷങ്ങൾ ചോദിക്കുന്നു. ഉപ്പയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഉപ്പയെ? അതിനെന്താ, ഉപ്പയെ കാണാലോ, നമുക്ക് വൈകിട്ട് എന്നാൽ പോകാം. അങ്ങനെ അതാ ഷാമിലിൻ്റെ കൂടെ ജോലിസ്ഥലത്ത് നിന്നുള്ള കൂട്ടുകാരൻ മുസ്തഫയും കൂടെ പോകുന്നു. അവൻ്റെ പേര് മുസ്തഫ എന്നാണ്. എന്നാൽ അവൻ പ്രതീക്ഷയോടെ ആ പിതാവിനെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തിലാണ് പോകുന്നത്. ഷാമിൽ സ്നേഹത്തോടെ അവനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. വരി മുത്തുക്ക എന്ന് ഷാമിൽ വിളിക്കും. എല്ലാവരും അവൻ അങ്ങനെ മുത്തു എന്നാണ് വിളിക്കാറുള്ളത്. മുത്തുക്ക എന്ന് വിളിക്കും. മുത്തുക്ക വരി, കേറി. അങ്ങനെ അതാ ഷാമിൽ പിതാവിൻ്റെ അരികിലേക്ക് മുസ്തഫയെ കൊണ്ടുപോകുന്നു. ആ പിതാവിനെ കണ്ടു. ഉപ്പാ, ഞാൻ ഷാമിലിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ആ മോനെ ഇരിക്കെ. ഉപ്പ അങ്ങ് സംസാരിക്കാൻ ബുദ്ധിമുട്ട് അതിന് ഇല്ല, ബാക്കി തടിയോണ്ട് കഴിയൂല, ഒന്നും നമ്മൾക്ക് ഒരു ഭാഗം കുഴഞ്ഞു പോയിട്ട് കഴിയൂല ഒരാളുടെ സഹായം ഇല്ലാതെ. ഉപ്പ ഇൻഷാ അല്ലാ ഒക്കെ റെഡി ആയിക്കോളും. ഷാമിൽ, ഞാൻ നോക്കട്ടെ, എന്തിങ്ങനെ സ്ട്രോക്കൊക്കെ വന്നത് മാറുന്ന സ്ഥലം ഒക്കെ പറഞ്ഞു കഴിയും, നമുക്കൊന്ന് പോയി നോക്കാം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. മുസ്തഫയുടെ ആ നല്ല സ്വഭാവം, അതെ, തൻ്റെ ഇക്കാക്കയെ പോലുള്ള ആ ഒരു പെരുമാറ്റം, അത് ഷാമിലിൽ വളരെയധികം സന്തോഷം പരത്തി. ഏതായാലും ഉപ്പ, നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ട് ഞങ്ങളെ വിളിച്ചോളൂ, ഞാൻ വരണ്ട കേട്ടോ. മോനെ എടാ ഷാമിലെ, എന്നെ വിളിച്ചാലേ ഞാനും വരണ്ട്, എങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിലും ഒക്കെ കേട്ടോ. മോനെ ഇപ്പോൾ തൽക്കാലം അങ്ങനെ കെടുക്കട്ടെ, ഇനി നേരെ പഠിച്ചവൻ്റെ അടുത്ത് പോട്ടെ, ഇനി എവിടേക്കും എന്നെ കൊണ്ടുപോകണ്ട. ഉപ്പങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന ആയുസ് നമുക്ക് ജീവിക്കണ്ടേ, അപ്പോൾ ആരോഗ്യപരമായി ജീവിക്കണ്ടേ. ശരിക്കും മുസ്തഫ നല്ല പക്വതയേറിയ സംസാരമായിരുന്നു. പക്ഷേ മുസ്തഫക്കൊരു തുള്ളി ചായ ഒന്നും എളാമ കൊടുക്കൂലല്ലോ. ഷാമിൽ തന്നെ അടുക്കളയിൽ പോയി ചായ ഇട്ട് കൊണ്ടുവന്നു ഉപ്പാക്കും അതെ മുസ്തഫാക്കും ഒക്കെ വേണ്ടിയിട്ട്. ഷാമിൽ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ കേട്ടോ, എന്നാൽ ഉപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ഇൻഷാ അല്ലാ നമുക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കാം, അല്ലാതെ ഇപ്പോൾ ഇങ്ങനെ കാര്യമില്ലല്ലോ. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ അത് ഷാമിൽ വീട്ടിൽ നിന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരൻ മുസ്തഫയെ യാത്രയാക്കുമ്പോൾ മുസ്തഫ ഒരിക്കൽ കൂടി എന്നാൽ ശരിയടാ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്നാണ് ആ കാഴ്ച അവൻ്റെ കണ്ണിൽപ്പെട്ടത്. അത് അയലിൽ തോരയിട്ട ഡ്രസ്സ് എടുക്കുകയായിരുന്ന എളാമയെ ഒരു നിമിഷം മുസ്തഫ ഞെട്ടിത്തെറിച്ചു. റബ്ബേ പഠിച്ചോനെ, ഇതാ സ്ത്രീയല്ലേ? അതെ, ഇവരെങ്ങനെ ഇതിവിടെ? ഓ, ഇവരാണല്ലോ എൻ്റെയും റസിയെയും ഒരിക്കലും ഒരുമിപ്പിക്കാൻ സമ്മതിക്കാതിരുന്നത്. അതെ, കൂലിപ്പണിക്കാരൻ, അത്രക്കാരൻ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. റബ്ബേ, ഇവരായിരുന്നു ആ പെണ്ണിൻ്റെ ഉമ്മയേക്കാൾ ഒന്നുകൂടി മുന്നിലേക്ക് വന്ന് തന്നെ എതിർത്തതും തന്നെ ചീത്ത പറഞ്ഞതൊക്കെ ഇവരായിരുന്നല്ലോ. റബ്ബേ, എന്താ ഞാൻ ചെയ്യുക? ഇതിപ്പോൾ എങ്ങനെ സംഭവം? ഷാമിലിൻ്റെ ആരാണ് ഇതാണോ ഷാമിലിൻ്റെ എളാമ എന്ന് പറഞ്ഞ് ഒരു നിമിഷം അവൻ അവിടെ നിന്ന് ബെല്ലെ നൈസായി അങ്ങ് മുങ്ങി. കാരണം ആ താത്തയുടെ കണ്ണിൽ പെടരുത് എന്ന് അവൻ ആഗ്രഹിച്ചതായിരുന്നു. കാരണം അത്രക്കും മോശമായ രീതിയിൽ അന്ന് തന്നെ ഓരോന്ന് വിളിച്ച് പറഞ്ഞതായിരുന്നു ആ താത്ത. ശരിക്കും മുസ്തഫ ഞെട്ടിപ്പോയി. അതെ, ഇതാണോ ഷാമിലിൻ്റെ എളാമ? പഠിച്ചോനെ, പാവം ആ ഉപ്പയുടെ ഒരു അവസ്ഥ. കാരണം അത്രയ്ക്ക് ദുഷിച്ച സ്ത്രീയാണ് അവർ. എന്നെ റസിയെയും ഒരുമിപ്പിക്കാൻ അവർ സമ്മതിച്ചില്ല. അതെ, ഞാൻ കൂലിപ്പണിക്കാരനാണ്, ഞാൻ പാവപ്പെട്ടവനാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ അത്രയ്ക്കും സ്നേഹിച്ചതായിരുന്നു, ഞങ്ങൾ അത്രയ്ക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. അതിൽ നിന്ന് അവരെന്നെ വിലക്കി. എന്തായാലും അവളിപ്പോൾ
സുഖസുന്ദരമായി ജീവിക്കുന്നുണ്ടാവും, ജീവിച്ചോട്ടെ എൻ്റെ റസിയ. എങ്കിലും എൻ്റെ മനസ്സിൽ നീ ഇപ്പോഴുണ്ട്. ഒരിക്കൽ പോലും ഞാൻ നിന്നെ വെറുത്തിട്ടില്ല മോളെ. നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാനിപ്പോഴും. ഞാൻ പിന്നീട് വിവാഹം കഴിച്ചിട്ടില്ല. എന്നാൽ ഷാമിലിനോട് പിറ്റേ ദിവസം അത് ചോദിക്കണം എന്നുള്ള രീതിയിലായിരുന്നു അവൻ്റെ മനസ്സിലുള്ള ചിന്താഗതികൾ. ആ രാത്രി അവന് ഉറക്കം വരുന്നില്ല. അതെ, തൻ്റെ റസിയ, അവളെക്കുറിച്ചായിരുന്നു ചിന്തകൾ. അവൾ എവിടെയായിരിക്കുമ്പോൾ? എന്നാലും ആ എളാമ്മ, എൻ്റെ റബ്ബയെ, വല്ലാത്തൊരു സാധനമാണ്. അന്ന് എൻ്റെ മുഖത്ത് നോക്കി ഒരുപാട് ചീത്ത വിളിച്ച് പറഞ്ഞു. അതെ, ഞാൻ മാനമര്യാദയിലാണ് അവരുടെ വീട്ടിലേക്ക് പോയി കാര്യങ്ങൾ അന്വേഷിച്ചത്. പക്ഷേ എന്ത് ചെയ്യും? ഹോ, എന്താണ് നിനക്ക് ജോലി എന്നാണ് ചോദിച്ചത്. റബ്ബേ അല്ലാ, ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഒന്നും നീ സൃഷ്ടിക്കല്ലേ അല്ലാ. അതെ, മുസ്തഫ ഓരോന്ന് വിചാരിച്ച് കിടന്നു. പിറ്റേന്ന് ഷാമിലിനെ കാണണം, കാര്യങ്ങളെല്ലാം ചോദിക്കണം. എന്നാൽ ഷാമിലെ ഇതെങ്ങനെ ചോദിക്കുമെന്നുള്ള രീതിയിൽ നിൽക്കുകയായിരുന്നു. റസിയ എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിലേക്കും കടന്നു വന്നത് അവൻ കാണാൻ പോയ ആ പെണ്ണിനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഇനി അവളായിരിക്കുമോ ഈ റസിയ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനുമുണ്ട്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. എന്തായിരിക്കും ഇനി ഷാമിൽ അവനോട് പറയുന്നത്? അവൻ ഷാമിലിനോട് എല്ലാ രഹസ്യങ്ങളും തുറന്നു പറയുമോ? റസിയ, ഒറ്റപ്പെട്ടു നിൽക്കുന്ന റസിയയെ അവൻ സ്വന്തമാക്കാൻ സാധിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.